ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ആത്മാവം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. തിരുരക്തത്താൽ അഭിഷേകം ചെയ്യണേ, അഗ്നിയാൽ പരിശുദ്ധി നൽകണേ. തിരുരക്തത്താൽ അഭിഷേകം ചെയ്യണേ, അഗ്നിയാൽ പരിശുദ്ധി നൽകണേ. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ദൈവത്തിൻ്റെ അതിപരിനാമം സ്തുതിക്കപ്പെടുമാറാകട്ടെ. ഇന്നത്തെ അനുദിന വചനം, ഐ ആം ലൈക്ക് എ ബ്രോക്കൺ വെസൽ, ഞാൻ ഒരു ഉടഞ്ഞ പാത്രം പോലെ ആയിരിക്കുന്നു. സ്നേഹവാനായ പിതാവേ, ഞങ്ങളുടെ ആയുസിൻ്റെ ഒരു ദിനം കൂടെ തന്നതിനായി സ്തോത്രം. കഴിഞ്ഞ രാത്രിയിൽ ഉറക്കത്തിൽ ഉറങ്ങാതെ മയങ്ങാതെ ഞങ്ങളെ കാത്തു പരിപാലിച്ചതുകൊണ്ട് ആരോഗ്യത്തോടെ തിരുസന്നിധിയിലേക്ക് വീണ്ടും കടന്നു വരുവാൻ അവിടെ ഞങ്ങൾക്ക് കൃപ തന്നതിനായി സ്തോത്രം ചെയ്യും. പരിശുദ്ധാത്മാവ് ദൈവമേ, ഞങ്ങളെ പഠിപ്പിക്കണം. അവിടുന്ന് പ്രകാരം ചെയ്യുന്നതിനായി നന്ദി, അനുഗ്രഹിച്ചതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. സങ്കീർത്തനങ്ങൾ 31 അധ്യായം 12 തിരുവചനം. Psalm 31 verse 12. I am forgotten as a dead man out of mind. I am like a broken vessel. മരിച്ചുപോയവനെ പോലെ എന്നെ മറന്നു കളഞ്ഞിരിക്കുന്നു, ഞാൻ ഒരു ഉടഞ്ഞ പാത്രം പോലെ ആയിരിക്കുന്നു. ആമേൻ. ഒരിക്കൽ ദാവീദ് പ്രാണസങ്കടത്താൽ പറഞ്ഞ വാക്കുകളാണിവ. എന്നാൽ ദൈവസന്നിധിയിലേക്ക് കടന്നു വന്ന ദാവീദിനെ ദൈവം മറ്റൊരു മാനപാത്രമാക്കി മാറ്റി. നാം പാത്രങ്ങൾ പലതരത്തിലുള്ള പേരിനാലാണ് വിളിക്കുന്നത്. ഒരു പാത്രത്തിൽ പൂക്കൾ നിറച്ച് ഭവനത്തിലെ മേശയിൽ വെച്ചാൽ അത് അലങ്കാര പാത്രമാണ്. ഒരു പാത്രത്തിൽ പഞ്ചസാര നിറച്ചാൽ ആ പാത്രത്തെ നാം പഞ്ചസാര പാത്രം എന്നല്ലേ വിളിക്കുക. ഇതുപോലെ ക്രിസ്തീയ ജീവിതത്തിൽ മനുഷ്യരെ പല പാത്രങ്ങളായി നമുക്ക് കാണാം. കോപപാത്രം, ഉടഞ്ഞ പാത്രം, കരുണാപാത്രം, മാനപാത്രം, രക്ഷാപാത്രം എന്നിങ്ങനെ. ഒരിക്കൽ നാം എല്ലാവരും കോപപാത്രങ്ങളായിരുന്നു. നമ്മുടെ ആദ്യ മാതാപിതാക്കളുടെ അനുസരണക്കേടും പാപവും നമ്മെ ദൈവകോപത്തിന് ഇടയാക്കി. എന്നാൽ ദൈവത്തിൻ്റെ അനന്തമായ കൃപ മൂലം, തൻ്റെ ഏകജാതനായ യേശുക്രിസ്തു മൂലം നാം ദൈവകരങ്ങളിലെ കരുണാപാത്രങ്ങളായി മാറി. ആമേൻ. ഈ പാത്രത്തെ നാം വളരെ വിശുദ്ധിയോടെ കാത്തു സൂക്ഷിക്കേണ്ടതാണ്. ഈ പാത്രങ്ങളിൽ അശുദ്ധി കയറാതെ നോക്കേണ്ടതാണ്. ഉടഞ്ഞ പാത്രങ്ങൾ ദൈവകരങ്ങളിൽ കൊടുത്താൽ ദൈവം അതിനെ പണിത് തനിക്ക് ബോധിച്ച മറ്റൊരു മാനപാത്രമായി മാറ്റും. യിരെമ്യാ പ്രവാചകൻ 18 അധ്യായം 4 വാക്യം നമ്മളെ പഠിപ്പിക്കുന്നത്, കുശവൻ കളിമണ്ണ് കൊണ്ടുണ്ടാക്കിയ പാത്രം അവൻ്റെ കയ്യിൽ ചീത്തയായിപ്പോയി, എന്നാൽ കുശവൻ അതിനെ തനിക്ക് തോന്നിയതുപോലെ മറ്റൊരു പാത്രമാക്കി തീർത്തു. ജീവിതത്തിൽ ഏത് തരത്തിലുള്ള പാത്രമാകണമെന്ന് തീരുമാനിക്കുന്നത് ദൈവമാണ്. അമ്മയുടെ ഗർഭപാത്രത്തിൽ ഉരുവാകും മുമ്പേ നാം ആരാകണമെന്ന് ദൈവം നിശ്ചയിച്ചിട്ടുണ്ട്. നാം ആയിരിക്കുന്ന സാഹചര്യം ഇഷ്ടമാകാതിരിക്കേണ്ട കാര്യമില്ല. കാരണം തിരഞ്ഞെടുപ്പ് ദൈവത്തിൻ്റെതാണ്. അതിൻ്റെ പിന്നിൽ വലിയ ദൈവിക പദ്ധതി ഉണ്ട്.
അതിനെ ചോദ്യം ചെയ്യാൻ നമുക്ക് അവകാശമില്ലല്ലോ. അതിനാൽ വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞത് റോമർ 9:20-21 വാക്യങ്ങൾ നമുക്ക് ശ്രവിക്കാം. അയ്യോ മനുഷ്യ, ദൈവത്തോട് പ്രത്യുത്തരം പറയുന്ന നീ ആർ? മനഞ്ഞിരിക്കുന്നത് മനഞ്ഞവനോട് നീ എന്നെ ഇങ്ങനെ ചമച്ചത് എന്ത് എന്ന് ചോദിക്കുമോ? അല്ല, കുശവന് അതേ പിണ്ടത്തിൽ നിന്ന് ഒരു പാത്രം മാനത്തിനും മറ്റൊരു പാത്രം അപമാനത്തിനും ഉണ്ടാക്കുവാൻ മണ്ണിന്മേൽ അധികാരം ഇല്ലയോ? ജോസഫിന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നാൽ വലിയൊരു പാഠം നമുക്ക് പഠിക്കാൻ കഴിയും. ജോസഫിന്റെ സഹോദരന്മാർ പൊട്ടക്കിണറ്റിൽ വലിച്ചെറിഞ്ഞപ്പോൾ അവൻ ഉപയോഗശൂന്യമായ പാത്രമായി. മിദ്യാനി കച്ചവടക്കാർക്ക് കൈമാറിയപ്പോൾ അവൻ ഒരു വിൽപ്പന പാത്രമായി. പൊത്തിഫറിന്റെ വീട്ടിൽ സത്യത്തിനും നീതിക്കും വേണ്ടി നിലകൊണ്ടപ്പോൾ അവൻ ഒരു നിന്ദാപാത്രമായി. കാരാഗൃഹത്തിൽ അടക്കപ്പെട്ടപ്പോൾ പരിഹാസപാത്രമായി. എന്നാൽ തന്നെ മെനഞ്ഞ ദൈവത്തോട് എന്താണ് ദൈവമേ നീ എന്നെ ഇത്തരത്തിലുള്ള പാത്രമായി മെനഞ്ഞത് എന്ന് ഒരിക്കലും ജോസഫ് ചോദിച്ചില്ല. സ്വന്തം വിവേകത്തിൽ ഊന്നാതെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ ദൈവം മറ്റൊരു മാനപാത്രമായി ജോസഫിനെ മാറ്റി. ജോസഫിന്റെ അനുഭവമുള്ള മക്കൾ ഇപ്പോഴെന്നെ ശ്രവിക്കുന്നുണ്ടാകും. പിറുപിറുക്കാതെ നാം ആയിരിക്കുന്ന അവസ്ഥയിൽ ദൈവകരങ്ങളിൽ കൊടുത്തു കഴിഞ്ഞാൽ നിന്ദിച്ചവർ നിന്നെ മാനിക്കും. ഇനി ഒരു പുനരുദ്ധാരണമില്ല, ഇനി ഒരു ഉയർച്ചയില്ല എന്ന് കരുതിയിരിക്കുന്ന ഉടഞ്ഞ പാത്രമാണോ നിങ്ങൾ? ദാവീദും ഇയ്യോബും എല്ലാം ഉടഞ്ഞു പോയ പാത്രങ്ങളായിരുന്നു. എന്നാൽ ദൈവാശ്രയം അവർ വിട്ടുകളഞ്ഞില്ല. ഇയ്യോബപ്പച്ചൻ പറഞ്ഞെന്താണെന്നോ? ഇയ്യോബിന്റെ 5-ാം അധ്യായം 18-ാം വാക്യം. അവൻ മുറിവേൽപ്പിക്കുകയും മുറിവ് കെട്ടുകയും ചെയ്യുന്നു, അവൻ ചതയ്ക്കുകയും തൃക്കൈ പൊറുപ്പിക്കുകയും ചെയ്യുന്നു. ഹല്ലേലൂയ. നീതിമാനും നിഷ്കളങ്കനും നേരുള്ളവനും ആയ വിശുദ്ധ ഇയ്യോബിന് സംഭവിച്ചത് എന്താണെന്ന് ഇയ്യോബിന്റെ പുസ്തകത്തിൽ വളരെ വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ ഒന്നും ചെയ്യാഞ്ഞിട്ട് എൻ്റെ അവസ്ഥ ഇത് എന്നുള്ള പരിഭവത്തിൽ ഇരിക്കണ്ടേ? ഇയ്യോബപ്പച്ചൻ്റെ അടുത്ത് പോകും. സ്വന്തം അനുഭവത്തിൽ നിന്ന് പാഠങ്ങൾ ഇയ്യോബപ്പച്ചൻ നമ്മളെ പഠിപ്പിക്കും. കോപപാത്രമായ നമ്മെ ദൈവം തൻ്റെ അനന്തകൃപ മൂലം കരുണാപാത്രങ്ങളാക്കി മാറ്റി. സന്തോഷമില്ലേ? പല കാരണങ്ങളാൽ കൊണ്ട് നാം ആകുന്ന പാത്രം ഉടഞ്ഞു പോയിട്ടുണ്ടാകാം. സാത്താന്റെ ആക്രമണങ്ങൾ പാത്രത്തെ ഉടച്ചിട്ടുണ്ടാകാം. ദൈവത്തിന്റെ പണിപ്പുരയിലേക്ക് തകർന്നും നുറുങ്ങിയും കിടക്കുന്ന പാത്രങ്ങളെ കൊടുത്താൽ സകല മനുഷ്യരും മാനിക്കുന്ന പൊൻപാത്രമായി ദൈവം അതിനെ പുറത്തു കൊണ്ടുവരും നിശ്ചയം. ഈ പൊൻപാത്രം വിശുദ്ധിയോടെ സൂക്ഷിക്കാം. 1 തെസ്സലോനിക്കർ 4-ാം അധ്യായം 3-5 വരെയുള്ള തിരുവചനത്തിലൂടെ കർത്താവ് നമ്മൾക്ക് തരുന്ന സന്ദേശം ശ്രവിക്കാം. ദൈവത്തിന്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ. നിങ്ങൾ ദുർനടപ്പ് വിട്ടൊഴിഞ്ഞ് ഓരോരുത്തൻ ദൈവത്തെ അറിയാത്ത ജാതികളെ പോലെ കാമവികാരത്തിലല്ല, വിശുദ്ധീകരണത്തിലും മാനത്തിലും താൻ താൻ്റെ പാത്രത്തെ നോക്കിക്കൊള്ളട്ടെ. ആമേൻ. പ്രത്യാശയോടെ നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. സ്നേഹവാനായ പിതാവേ, ഇന്ന് തിരുവചനം ശ്രവിച്ച ഓരോ മക്കളെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കുടുംബത്തോടെ ഞങ്ങളെ സമർപ്പിക്കുന്നു. കൂട്ടായ്മയോടെ ഞങ്ങളെ തിരുക്കരങ്ങൾ തരുന്നു. ഞങ്ങൾക്ക് തന്നിരിക്കുന്ന തിരഞ്ഞെടുപ്പും വിളിയും ഉറപ്പാക്കി ഞങ്ങളുടെ മുന്നിൽ വെച്ചിരിക്കുന്ന ഓട്ടം പൂർത്തീകരിക്കുവാൻ ഉന്നതങ്ങളിലേക്ക് നോക്കി ഞങ്ങളുടെ ജീവിതത്തിൻ്റെ യഥാർത്ഥത്തിലുള്ള ലക്ഷ്യത്തിലെത്തിച്ചേരുവാൻ അവിടെ ഞങ്ങളെ സഹായിക്കുന്നതിനായി സ്തോത്രം. അവിടുത്തെ തിരുവചന പ്രകാരം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിശുദ്ധർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നുള്ള തിരുവചനം ഏറ്റെടുത്തുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഞങ്ങളാരും നിന്നതല്ല, അവിടെ ഞങ്ങൾ നിർത്തിയതാണ്. ഒന്നും നേടിയതല്ല, എല്ലാം അവിടുത്തെ ദാനമാണ്. പുകഴുവാൻ ഞങ്ങളുടെ കരങ്ങളിൽ ഒന്നുമില്ല. അങ്ങ് തരാതെ ഒന്നും കരങ്ങളിലില്ല. കർത്താവ്, അവിടുത്തെ കരങ്ങളിൽ മാനപാത്രങ്ങളായി അവിടുത്തെ രാജ്യത്തിന് പ്രയോജനപ്പെടുന്ന രീതിയിൽ ഞങ്ങളുടെ താലന്തുകൾ അവിടുത്തെ മഹത്വത്തിന് ഉപയോഗിക്കുവാൻ വീണ്ടും സ്വർഗീയ ശക്തിയാൽ ഞങ്ങളെ ഓരോരുത്തരും നിറയ്ക്കണം. ഈ സമയത്ത് വാർദ്ധക്യത്തിലായിരിക്കുന്ന സഹോദരങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കും. നരക്കുകൾ ഞാൻ നിന്നെ ചുമക്കുമെന്ന് അരുളിച്ച കർത്താവ്, മാൻപേടെ പോലെ തുള്ളിച്ചാടുമാറാക്കും. കരബലത്താൽ അവരെ അനുഗ്രഹിക്കണം. യേശുവിൻ്റെ നാമത്തിൽ ഒരു പൂർണ്ണ സൗഖ്യം, വിടുതലും സന്തോഷവും എൻ്റെ മക്കളുടെ ജീവിതത്തിൽ നിറയ്ക്കുന്നതിനായി സ്തോത്രം. ഞാനൊന്നിനും കൊള്ളില്ല, എന്നെ ആർക്കും വേണ്ട എന്നുള്ള ആ പരിഭവവും പരാതിയും യേശുവിൻ്റെ നാമത്തിൽ മക്കളുടെ ജീവിതത്തിൽ നിന്ന് വിട്ടുമാറട്ടെ. ഈ സമയത്ത് കർത്താവ് ഞങ്ങൾക്ക് തന്നിരിക്കുന്ന തലമുറകളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എസ്പെഷ്യലി പ്രത്യേകിച്ച് സ്കൂളും കോളേജിലും പഠിക്കുന്ന കുഞ്ഞുങ്ങളെ. പരീക്ഷ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് പരീക്ഷ അറ്റൻഡ് ചെയ്യുന്ന ഓരോ കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവർ പഠിച്ചത് നന്നായി ഗ്രഹിച്ച് എഴുതുവാൻ അവരുടെ കരങ്ങളെ ബലപ്പെടുത്തണം, ബുദ്ധിയെ പ്രകാശിപ്പിക്കണം. സകല ഭയവും ആകുലതകളും മക്കളുടെ ജീവിതത്തിൽ നിന്ന് വിട്ടുമാറട്ടെ. ഞങ്ങളുടെ മാതൃരാജ്യം ഇന്ത്യ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ത്യ അനുഗ്രഹിക്കപ്പെട്ട രാജ്യമായി മാറട്ടെ. ഇന്ത്യയിലുള്ള എല്ലാ സംസ്ഥാനങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു.
പ്രത്യേകിച്ച് കേരളത്തെ സമർപ്പിക്കുന്നു, കർണാടകത്തെ സമർപ്പിക്കുന്നു, തമിഴ്നാടിനെ സമർപ്പിക്കുന്നു, ബീഹാറിനെ സമർപ്പിക്കുന്നു. കർത്താവേ, ഇന്ത്യയുടെ നാനാഭാഗത്തും സത്യസവിശേഷമായി നിൽക്കുന്ന ഓരോ വിശുദ്ധരെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കുടുംബത്തോടെ മാനിക്കണമേ, കൂട്ടായ്മയെ അനുഗ്രഹിക്കണം. മാറ്റമില്ലാത്ത തിരുവചന സത്യം ദേശത്തോട് വിളിച്ചു പറയാനുള്ള പുതിയ ശക്തി, പുതിയ കൃപ മക്കളുടെ മേൽ പകരുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. പോകുന്നിടത്തേക്കും തിരുസാന്നിധ്യം കൂടെയിരിക്കണം. അനേകരെ തീച്ചുളയിൽ നിന്ന് വലിച്ചൊരു രക്ഷിക്കുവാനുള്ള സ്വർഗീയ ശക്തി അവരുടെ മേൽ പകരണമേ കർത്താവേ. അവിടുത്തെ തിരുവചന പ്രഘോഷണത്തിന് ആവശ്യമായ സ്വർഗീയ നന്മകളാലും കൃപാവരങ്ങളാലും ഭൗതിക നന്മകളാലും അവരെ അനുഗ്രഹിക്കും. ഞങ്ങൾ ഓരോ കുടുംബങ്ങളെയും തിരുക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. ഞങ്ങൾ പാർക്കുന്ന കുടുംബത്തിന് ചുറ്റും തിരുരക്തം മുത്തുറിയിട്ട് പ്രാർത്ഥിക്കുന്നു. ദുഷ്ടന്റെ കൂരമ്പകളിൽ നിന്ന് ഞങ്ങളെ മറയ്ക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ദൂരത്തും ചാരത്തുമായി ജോലിക്കായി പഠനത്തിനായി പോയിരിക്കുന്ന ഞങ്ങളുടെ പ്രിയ സഹോദരങ്ങളെ, ബന്ധുമിത്രാദികളെ, കൂട്ടുവിശ്വാസികളെ, ഈ സമയത്ത് ഓർത്ത് പ്രാർത്ഥിക്കുന്നവരായിരിക്കുന്ന ഇടങ്ങൾ സ്തോത്രം. അവരുടെ അനുദിന ജീവിതത്തിൽ അവർ നേരിടുന്ന എല്ലാ വിഷയങ്ങളും അതിജീവിച്ചുകൊണ്ട് അവരുടെ മുന്നിൽ വെച്ചിരിക്കുന്ന ഓട്ടം പൂർത്തീകരിക്കാൻ മക്കളെ സഹായിക്കും. ഒരിക്കലും നിന്ദിക്കുന്നിടത്ത് മാനിക്കപ്പെടുക. സ്തോത്രം. നിന്റെ മക്കളെ ഓരോരുത്തരും സഹായിക്കും. ഞങ്ങളെ പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിരിക്കുന്ന സഹോദരങ്ങളെ പ്രത്യേകമായി ഓർത്ത് പ്രാർത്ഥിക്കും. ഹോസ്പിറ്റലിലായിരിക്കുന്നവരുണ്ട് കർത്താവേ. ഭവനങ്ങളിൽ രോഗത്താൽ വലയുന്നവരുണ്ട്. സാമ്പത്തിക വിഷയത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുണ്ട്. ജോലിയില്ലാതെ പ്രയാസപ്പെടുന്നവരുണ്ട്. ജോലിക്ക് വേണ്ടി പലയിടങ്ങളും കയറി ഇറങ്ങിയിട്ടും ലഭിക്കാതെ നിരാശപ്പെട്ട് നിൽക്കുന്നവരുണ്ട് കർത്താവേ. വിവിധ തരത്തിൽ ഹൃദയം നുറുങ്ങിയവരെ ഈ സമയത്ത് പ്രത്യേകമായി ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സന്താനങ്ങൾ ഇല്ലാതെ കണ്ട് വിഷമിക്കുന്നവരുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ ഹല്ലേലൂയ. അസാധ്യങ്ങളെ അവിടുന്ന് സാധ്യമാക്കുന്നതിനായി സ്തോത്രം. പുതിയതായി ഭവനം പണിയുന്നവരുണ്ട് കർത്താവേ. അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ഭവനത്തിൻ്റെ പണി പൂർത്തീകരിക്കുവാൻ സ്വർഗം അവരെ സഹായിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. കുടുംബ സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഭാര്യ ഭർത്താക്കന്മാരുടെ ഐക്യതയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ രണ്ടാമത്തെ വരവിന് വേണ്ടി ഹല്ലേലൂയ. വിശുദ്ധിയോടെ, വിജ്ഞാനത്തോടെ, വചന ഒരുക്കത്തോടെ നിന്നെ സ്വീകരിക്കുവാൻ ഓരോ മക്കളെയും അവിടുന്ന് സഹായിച്ച് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടെ ഞങ്ങളുടെ വയലുകളെ അനുഗ്രഹിച്ചനായി സ്തോത്രം. ഓഫീസുകളെ അനുഗ്രഹിച്ചനായി സ്തോത്രം. മാവ് ഒഴുക്കുന്ന തൊട്ടിയെ അനുഗ്രഹിച്ചനായി സ്തോത്രം. ബിസിനസ്സിൻ്റെ അതിരുകളെ വിശാലമാക്കുന്നതിനായി സ്തോത്രം ചെയ്യും. ഒരിക്കൽ കൂടി ഇന്നത്തെ ദിനത്തിനായി നന്ദി പറയുന്നു. ഞങ്ങളുടെ എല്ലാ ശുശ്രൂഷകളെയും പ്രവൃത്തികളെയും അവിടുന്ന് അനുഗ്രഹിച്ചിരിക്കുക. സ്തോത്രം. പ്രാർത്ഥന യാചനയും കേട്ടിരിക്കുക. നന്ദിയപ്പ. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. വചനത്തിൻ ശക്തി എന്നിൽ നിറച്ച വരങ്ങളാൽ നിറച്ചെന്നെ നയിക്കൂ. വചനത്തിൻ ശക്തി എന്നിൽ നിറച്ച വരങ്ങളാൽ നിറച്ചെന്നെ നയിക്കൂ. ആത്മാവാം ദൈവമേ വരണേ, എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ആത്മാവാം ദൈവമേ വരണേ, എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ.